നമസ്കാരം. 1202 ആണ്ട് ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം 9, 10 ഭാവങ്ങളിലാണ്. ശനി 5, 6 ഭാവത്തിലും രാഹു 4, 3 ഭാവത്തിലുമാണ് ഈ 1202 ആണ്ട് ചിങ്ങമാസം മുതൽ ഗോചരം ചെയ്യുന്നത്. വിവാഹം നടക്കാത്ത യുവാതി യുവാക്കൾക്ക് വിവാഹം നടക്കാൻ ഗോചരവശാലൊക്കെ യോഗം കാണുന്നുണ്ട്. അതിലൂടെ പല സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നതാണ്. പങ്കാളിയുടെ സ്വത്ത് അനുഭവയോഗ്യമാകുന്ന ഒരു കാലമാണ്. നല്ല രീതിയിൽ ആരോഗ്യ പരിരക്ഷ നടത്തുന്നത് നല്ലതായിരിക്കും. ഭക്ഷണത്തിൽ അശ്രദ്ധയും ന്യൂനതയും മൂലം ഉദരരോഗം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതും വിഷാംശം ഉള്ളിൽ ചെന്ന് നിങ്ങളെ അൾസർ പോലെയുള്ള രോഗങ്ങൾക്ക് ചികിത്സകളൊക്കെ തേടേണ്ടത് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കൾക്കും കുടുംബത്തിനൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ്. തൊഴിൽ രംഗത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും നിങ്ങൾക്ക് അത് ലഭ്യമാകുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാം. കാരണം ഇത് പ്രതീക്ഷിച്ച് നമ്മൾ തൊഴിൽ രംഗത്ത് കയറിയാലും ആ ഉദ്ദേശിച്ച തരത്തിലുള്ളൊരു നേട്ടം ഇല്ലെങ്കിലും ചെറിയ തോതിലുള്ളൊരു നേട്ടം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ആദരവും ബഹുമാനവും ഒക്കെ ലഭിക്കാം. വസ്തുവോ വാഹനമോ ഒക്കെ മാറ്റി വാങ്ങാൻ യോഗം കാണുന്നു. വസ്തു ഒരെണ്ണം വിറ്റിട്ട് വേറൊരു വീട് സ്ഥലവും കൂടെ വാങ്ങാനോ അല്ലെങ്കിൽ പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാനോ ഒക്കെയാണ് യോഗം കാണുന്നത്. കലാരംഗത്തുള്ളവർക്ക് പുരസ്കാര ലബ്ധി, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാന ലാഭം ഇവയൊക്കെ വന്നുപെടുന്നുണ്ട്. ആത്മവിശ്വാസം മൂലം പല രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ശരീരത്തിന് ബലക്ഷയക്കുറവ്, ക്രാന്തിക്കുറവ് അനുഭവപ്പെടാം. കർമ്മ രംഗത്ത് ധാരാളം അലച്ചിലുകൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. കാര്യങ്ങളൊക്കെ ജാഗ്രതയോടുകൂടി നേരിടാനും കൊടുക്കല് വാങ്ങലുകളൊക്കെ വളരെ ജാഗ്രത പുലർത്തുന്നത് കൊണ്ട് സാമ്പത്തിക പരാധീനത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഊഹ കച്ചവടത്തിലൊക്കെ നഷ്ടം, ഷെയർ മാർക്കറ്റ് പോലെയുള്ളതിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ബന്ധുജനങ്ങളും സ്വജനങ്ങളും ശത്രുതാ മനോഭാവം പുലർത്തുന്നത് മൂലം നിങ്ങളുടെ മനസ്സിന് വളരെയേറെ ദുഃഖം തോന്നാം. ഗുണാനുഭവങ്ങൾക്കായിട്ട് ദോഷങ്ങൾ കുറയുന്നതിനുമായിട്ട് കൃഷ്ണന് യഥാശക്തി വഴിപാട് നടത്തുന്നതും ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തി കടും പായസം വഴിപാടായിട്ട് നടത്തുന്നതും നന്നായിരിക്കും.